അപ്പോൾ ദാ ഈവനിങ് 8:30 മണിയാകാറായി. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടോ? ഇപ്പോഴും നല്ല വെട്ടമാണ്. ഇനിയും അധികം താമസിയാതെ ഇനിയും ഒരു 3:30 തൊട്ടൊക്കെ നല്ല ഇരുട്ടാകും. അധികം താമസമില്ല ഇനി വിൻ്ററാകുമ്പോഴേക്കും. അപ്പോൾ ദാ ഈ രാത്രിയിലത്തെ ഈ കാഴ്ചകളിലൂടെയൊക്കെ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ കണ്ടോ 8:30 നല്ല പ്രകാശമല്ലേ, ലൈറ്റ് പോലും ഇല്ല, എന്നിട്ട് എന്ത് പ്രകാശമാണെന്ന് നോക്കി. ഒരു കാറ്റും അനക്കവും ഒന്നുമില്ല. കണ്ടോ, മരങ്ങളൊക്കെ വെറുതെ അനങ്ങാതെ നിൽക്കുക. കണ്ടോ, ഇതാ ഞാനിപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലത്തെ ഡോറൊക്കെ തുറന്ന് വെച്ച് കണ്ടോ കണ്ടോ ഫ്രണ്ടിലെ ഗാർഡന് കണ്ടോ. ഫ്രണ്ടിൽ ഇവിടെ ഒരു കബോർഡ് പോലെ ഉണ്ട്. അവിടെ ഞാൻ ഈ ബിന്നൊക്കെ കൊണ്ട് അകത്തുനിന്ന് ചിലപ്പോൾ പുറത്തോട്ട് അങ്ങ് കൊടുത്തേണ്ട അവിടെ കൊണ്ട് വയ്ക്കണം ബിന്നുകൾ. അപ്പം ഞാൻ എന്താ ചെയ്യും, എളുപ്പത്തിന് ഞാൻ എടുത്ത് ഇതിനകത്തോട്ട് വയ്ക്കും. ഇതിനകത്തോട്ട് വെച്ചിട്ട് പിന്നെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ പിന്നെ അത് കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് കളയും. അങ്ങനെയൊക്കെയാണ്. കുറേ കണ്ടോ ഫ്ലാറ്റുകൾ. എൻ്റെ അയൽപ്പക്കാരൊന്നും കാണാൻ പറ്റില്ല, എല്ലാവരും അടച്ചുപൂട്ടി ഒരിക്കലും കാണാൻ പറ്റില്ല. പിന്നെ ചിലപ്പോഴെങ്ങാനും ഞാൻ ഇറങ്ങുമ്പോൾ ആരെങ്കിലും കണ്ടെങ്കിലായി, അല്ലെങ്കിൽ അവരിറങ്ങുമ്പോൾ എന്നെ കണ്ടെങ്കിലായി. അപ്പോൾ ഒരു ഹായ് പറയും, അല്ല എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കും. അത്രയൊക്കെ ഉള്ളു. പിന്നെ നല്ല വെതറൊക്കെ ആണെങ്കിൽ ഇത് അവിടെ ഷെയറൊക്കെ ഇട്ടിരിക്കുന്നുണ്ടോ, അപ്പം ഞങ്ങളൊക്കെ അവിടെ പോയിരുന്ന് എല്ലാവരും കൂടെ സംസാരിക്കും. ഇംഗ്ലീഷുകാരും മറ്റേ വേറെ എന്തോ രാജ്യക്കാരൊക്കെ ഉണ്ട്. ഒരു തമിഴ് ആൾക്കാരുണ്ട്, ഇംഗ്ലീഷുകാരൊക്കെയാണ് കൂടുതലും. അപ്പം അങ്ങനെ അവരൊക്കെ ആയിട്ട് സംസാരിക്കും. പിന്നെ എന്താ, ചില ഫ്ലാറ്റുകളുടെയൊക്കെ മുന്നിൽ നല്ല ചെടികളൊക്കെ നിൽപ്പുണ്ട്. കണ്ടോ, റിട്ടയർമെൻറ്റ് ഫ്ലാറ്റുകളാണ് ഇതൊക്കെ. എല്ലാം കൂടുതലും പ്രായമുള്ള ആൾക്കാരൊക്കെയാണ് താമസിക്കുന്നത് അവിടെ. കണ്ടോ, പിന്നെ എന്താണ്, ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ്. നാളെ എനിക്ക് സമയം കിട്ടില്ല. അതുകൊണ്ട് എൻ്റെ അയൽപക്കക്കാർ പോകുന്നുണ്ടോ, എൻ്റെ തൊട്ടപ്പുറത്തെ. എൻ്റെ നമ്പർ 12 ആണ്, 13-ലാണ് പോകുന്നത്. 8:30 ഇപ്പോൾ. എവിടെയോ പോവുക. ഇപ്പോൾ ഈവനിങ് ആയപ്പോൾ ഇച്ചിരി തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ചിലപ്പം മാത്രമേ ഉള്ളൂ ഇങ്ങനെ ആളുകളെ 1-2 ആൾക്കാരെയൊക്കെ കണ്ടെങ്കിലായി എന്ന് പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാം കൂടെ കൂട്ടിക്കലർത്തി ഒരു കുഞ്ഞൊരു വീഡിയോ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബായ്. അപ്പോൾ ഇത് കണ്ടോ, ഈ വഴി അങ്ങോട്ട് പോകുമ്പോഴേക്കാണ് മെയിൻ റോഡാണ്. നമ്മളുടെ ഗേറ്റിൻ്റെ വാതിൽക്കൽ തന്നെ മെയിൻ റോഡാണ്. അവിടെ ബസ് സ്റ്റോപ്പുണ്ട്. അവിടുന്ന് എനിക്ക് എങ്ങോട്ട് വേണേലും അവിടുന്ന് ബസ്സിൽ പോകാം. പിന്നെ
തൊട്ട് വാതുക്കെ തന്നെയാണ്. നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസാണ് ഇവിടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേരുന്നു. പിന്നെ ഇതാ ആ മേളിൽ കണ്ട പൂജ മുറിയുടെ മേളിലൊരു നെൽക്കതിരുകളെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിക്കെട്ടി ഇങ്ങനെ മേളിൽ തൂക്കിയിട്ടിരിക്കുക. സാധാരണ പണ്ടത്തെ വീടുകളിലൊക്കെ കാണുന്നതാണ്. പണ്ടുള്ള വീടുകളുടെയൊക്കെ കോലായിലിങ്ങനെ നെൽക്കതിരൊക്കെ കെട്ടി. അതിൻ്റെ പേരെന്താണെന്നൊന്ന് പറയുമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതൊന്ന് പേര് പറഞ്ഞോളൂ കേട്ടോ, അതെന്താണെന്ന്. എനിക്കറിയാം, നിങ്ങളൊന്ന് പറയുമോ അതിൻ്റെ പേര് എന്താണെന്ന്? അപ്പം രാവിലെ പ്രാർത്ഥനയോടുകൂടി കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അപ്പോൾ മോരും മുതിരയൊക്കെ ചേരില്ലെന്നല്ലേ പറയുന്നത്. പക്ഷേ മോരുകറിയുണ്ട്, പിന്നെന്താ മുതിരയുണ്ട്, പിന്നെ ഒരു സ്പെഷ്യൽ കറിയൊക്കെ ഉണ്ട്. അതിൻ്റെ ഈ കറി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? നിങ്ങളാരും ഒരിക്കലും അത് ചെയ്തിട്ടുണ്ടാവത്തില്ല, ആരും. ഞാനായിരിക്കും ലോകത്തിൽ ആദ്യമായിട്ട് ഈ കറി വെക്കുന്ന ഞാനായിരിക്കും. അപ്പോൾ ഇതെന്താണെന്ന് പറയാമോ? ഞാൻ തന്നെ പറയാം അല്ലേ. അത് എന്താണെന്ന് വെച്ചാൽ അത് കപ്പ തീയലാണ്. നമ്മൾ മറ്റുള്ള കറികളൊക്കെ വെക്കുന്ന പോലെ തന്നെ കപ്പ തീയലാണ്. പിന്നെ ഇതും സ്പെഷ്യൽ ഒരു കറിയാണ്. പിന്നെ മുതിരയുണ്ട് ഉണ്ടോ. ആ മെഴുക്കുവരട്ടി എന്താണെന്ന് അറിയാമോ? മെഴുക്കുവരട്ടി നമ്മുടെ മധുരക്കിഴങ്ങില്ലേ, സ്വീറ്റ് പൊട്ടാറ്റോ, അതാണ്. അത് മെഴുക്കുവരട്ടി വെച്ചതാണ്. ഇതൊക്കെ നിങ്ങൾ ജീവിതത്തിൽ കഴിച്ചിട്ടുണ്ടോ, വെച്ചിട്ടുണ്ടോ? ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പം പിന്നെ വേണ്ട രാവിലെ 9:15 പോകുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ന്യൂസ് റണ്ണിങ് എല്ലാം ഇല്ലാത്ത ചുമയും അസ്വസ്ഥതയൊക്കെ ഉണ്ട്. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെയൊക്കെ എപ്പോഴും ഞാൻ ഇതിൻ്റെ വെള്ളം മാത്രമേ കഴിക്കുന്നുള്ളൂ കേട്ടോ. വെള്ളം മാത്രമേ ഞാൻ കഴിക്കുന്നുള്ളൂ, മഞ്ഞ് ഞാൻ കഴിക്കുന്നില്ല. പിന്നെ ഒരു ചായയും, പിന്നെ ചായ ഉണ്ട്, അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ ഇവിടെ പോയി, അവിടെ ഹൈ സ്ട്രീറ്റിലൊന്ന് പോയി ഒരാവശ്യമായിട്ട്. ഒരു ബർത്ത്ഡേ വരുന്നുണ്ട്. അപ്പോൾ അതിനെന്തായാലും ഒരു വേണ്ടിയിട്ട് എന്തെങ്കിലും ജീവനോടെ ഗിഫ്റ്റൊക്കെ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ട് ഹൈ സ്ട്രീറ്റിൽ പോയി ഒരു KFC ഒക്കെ വാങ്ങി കഴിച്ചിട്ട് ഞാൻ അവിടെ ഷോപ്പിൻ്റെ വാതിൽക്കൽ കുറേ ബെഞ്ചുകളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ ഹൈ സ്ട്രീറ്റിൽ. അപ്പോൾ അവിടെ കുറേ നേരം ഇരുന്നു ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു. ആളുകളൊക്കെ നടക്കുന്നതും പോകുന്നതും ഒക്കെ കുറേ നേരം അങ്ങനെ ഇരുന്ന് കണ്ട് റെസ്റ്റ് എടുത്ത്. അത് കഴിഞ്ഞിട്ട് നല്ല മഴയും ഉണ്ടായിരുന്നു. കുറച്ച് മഴയും കൂടെ നനഞ്ഞു. ഒന്നാമത് ജലദോഷമാണ്. പക്ഷെ ഞാൻ കുടയെടുത്തില്ല, പ്രതീക്ഷിച്ചില്ല മഴ പെയ്യുമെന്ന്. ഇവിടുത്തെ അങ്ങനെയാണല്ലോ, ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. മഴയാണോ വെയിലാണോ, നിൽക്കില്ലായിരിക്കും കാലാവസ്ഥ മാറുന്നത്, തണുപ്പും ചൂടും ഒക്കെ മാറി മാറി വരുന്നത്. അതുകൊണ്ട് ഞാൻ കുടയൊന്നും എടുത്തില്ല, മഴ നനഞ്ഞു. പോയി കടയിലൊക്കെ പോയി അങ്ങനെ വഴിയിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സെയിൻറ്റ് മേരീസ് എന്ന് പറയുന്നൊരു കടയിൽ പോയി. ആ കടയിൽ പോയി നോക്കിയിട്ട് എന്താ ഒന്നും മേടിക്കാനായിട്ട് പറ്റിയില്ല. പക്ഷേ ഞാൻ അവിടുന്ന് കുറേ സ്വീറ്റ്സ് മേടിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ അത് മേടിച്ചുകൊണ്ട് പോകുന്നു. ഭയങ്കര കടയിൽ ഹൈ സ്ട്രീറ്റിലെ തട്ടുകടയല്ല, മറ്റേ ഈ പച്ചക്കറികളൊക്കെ വിൽക്കുന്ന ഒരു കടയാണ്, അതേ സ്റ്റോളാണ് കാണുന്നത്.